നമ്മൾ തലവേദന വന്നാൽ, പല്ലുവേദന വന്നാൽ, അതുപോലെ ശരീരവേദന വന്നാൽ എടുക്കുന്നതാണ് പെയിൻ കില്ലേഴ്സ്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മരുന്ന് എങ്ങനെയാണ് കൃത്യമായി ആ വേദനയുള്ള ഭാഗത്ത് ചെന്ന് വർക്ക് ചെയ്യുന്നതെന്ന്? നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ അത് നേരെ ആ വേദനയുള്ള ഭാഗത്തേക്ക് ചെന്നിട്ടാണ് ആക്ട് ചെയ്യുന്നതാണ്. എന്നാൽ സത്യം അതല്ല. ഇതിന്റെ പിന്നിലുള്ള ആ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പെയിൻ കില്ലർ മെഡിസിൻ കഴിച്ചാൽ അത് നമ്മൾ വയറ്റിലെത്തിയിട്ട് അത് അലിഞ്ഞ് നമ്മളെ ബ്ലഡിലേക്ക് കലരും. അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് എത്തും. ഈ ബ്ലഡ് സ്ട്രീമിലൂടെ എന്ത് ചെയ്യും? നമ്മളെ തല മുതൽ കാൽവിരൽ വരെ ശരീരത്തിലൊട്ടാകെ ഈ മരുന്ന് എന്ത് ചെയ്യും? സഞ്ചരിക്കും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവോ ചതവോ ഇൻഫ്ലമേഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തെ സെല്ലുകൾ എന്ത് ചെയ്യും? ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് പറഞ്ഞ പേരാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ തലച്ചോറിലേക്ക് വേദനയുണ്ട് എന്നുള്ള സിഗ്നൽ പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ആ മരുന്ന് എന്ത് ചെയ്യും? നേരെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എവിടെയാണോ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് നേരെ അവിടെ ചെന്ന് ഇതിന്റെ ഈ സിഗ്നൽ കൊടുക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും. എവിടെയാണോ ഈ കെമിക്കൽ ഉള്ളത് അവിടെ മാത്രമേ ഈ മരുന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അതിനാണ് ഈ ടാർഗറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പല്ല് വേദനയാണെങ്കിൽ പല്ലിലെ ഈ കെമിക്കലിനെ പോയിട്ട് ഈ മരുന്ന് കൂട്ടും. അതല്ല കാലിലാണെങ്കിൽ അവിടെയുള്ള കെമിക്കലിനെ ഈ മരുന്ന് കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യും? തലച്ചോറിലേക്ക് ഈ സിഗ്നൽ കൊടുക്കുന്നതിനെ ഇത് കട്ട് ചെയ്യും. അത് കാരണം നമുക്ക് വേദന മാറി എന്നൊരു തോന്നലുണ്ടാക്കും. അപ്പൊ മരുന്നുകൾക്ക് സ്വന്തമായി വഴി അറിയുന്നത് കൊണ്ടല്ല, അത് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഇത്തരം കെമിക്കലുകളെ തപ്പിപ്പിടിച്ചാണ് ചെന്നിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുള്ള ഈ ഒരു സംശയത്തിന് ചെറിയൊരു ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ സംശയങ്ങളുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.